ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് നാളെ മുരുക ഭഗവാന്റെ സുബ്രഹ്മണ്യ സ്വാമിയുടെ വൈകാശി വിശാഖമാണ്. ഞാൻ പറയാതെ ഒട്ടുമുക്കാൽ ഫ്രണ്ട്സിനും അതറിയായിരിക്കും. ധാരാളം പേര് അതിൻ്റെ ഷോർട്സുകളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അല്ലാതെയും മുരുക ഭഗവാന്റെ ഭക്തരെല്ലാം തന്നെ ഇത് ഓർത്ത് വയ്ക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കാര്യങ്ങളിലേക്ക് തന്നെ പോകാം. എനിക്കറിയാവുന്ന, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ വളരെ കുറച്ച് അറിവുകൾ മാത്രമാണ് എനിക്ക് ഭഗവാനെക്കുറിച്ച് പറയാൻ അറിയുന്നത്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വൈകാശി മാസത്തിലെ വിശാഖം നക്ഷത്രത്തിലാണ് ഭഗവാന്റെ തിരു അവതാരം, ഭഗവാൻ ഭൂമിയിൽ അവതരിച്ച ദിവസം എന്ന് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണിത്. പ്രധാനമായും നമ്മൾ പറയുകയാണെങ്കിൽ തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രത്തിൽ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഒരിക്കൽ ഒക്കെ ഭഗവാന്റെ തിരുസന്നിധിയിൽ എത്താറുണ്ട്. ഇപ്പോൾ അതിനൊരു ഗ്യാപ്പ് വന്നിരിക്കുകയാണ്. വൈകാശി വിശാഖം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഭയങ്കര വിശേഷപ്പെട്ട ദിവസമായിരിക്കും. അപ്പോൾ എൻ്റെ കയ്യിൽ ഭഗവാന്റെ തിരുച്ചെന്തൂർ മുരുകക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന ഭഗവാന് ചാർത്തിയ പട്ടും അതുപോലെ തന്നെ ഭഗവാന് തിരുസന്നിധിയിൽ വെച്ച പട്ടും അവിടുത്തെ ഒരു 5 റുപ്പീസ് കോയിനും കൂടെ ഒരിക്കൽ പൂജാരി തന്നതായി ഞാനൊരു വ്ളോഗ് ഇട്ടിരുന്നു. ഞാനും മോനും കൂടെ പോയപ്പോൾ എനിക്ക് അന്ന് ആ ഭാഗ്യം കിട്ടി. ഭഗവാനെ അടുത്ത് നിന്ന് ദർശിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടി. പല പ്രാവശ്യം പോയെങ്കിലും ക്യൂവിൽ നിന്ന് ഏറ്റവും പുറകിൽ നിന്നൊക്കെയാണ് ഞാൻ ഭഗവാന്റെ ദർശനം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയും അടുത്ത എത്രയും പെട്ടെന്ന് തന്നെ അവിടെ എത്താൻ കഴിയട്ടെ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ മുരുക ഭഗവാൻ എന്ന് പറയുമ്പോൾ സർവ്വവ്യാകരണ പണ്ഡിതനാണ് അല്ലേ. മഹാദേവൻ്റെ തൃക്കണ്ണിൽ നിന്നാണ് ഭഗവാന്റെ അവതാരം എടുക്കുന്നത് എന്ന് ഐതിഹ്യം പറയുന്നു. അതുപോലെ തന്നെ പഴനിയിൽ ഭഗവാനെ ദർശിക്കാൻ പോകുന്നവർ ധാരാളം പേരുണ്ട്. അവിടെ തന്നെ ഭഗവാന്റെ 6 പടൈ വീടുകളിലൊന്നായ തിരുപ്പുറം കുണ്ട്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ പോയിട്ടാണ് പലരും പഴനിക്ക് പോകുന്നത്. കാരണം അവിടെ വെച്ചാണ് മുരുക ഭഗവാന്റെയും അതുപോലെ തന്നെ ദേവേന്ദ്രൻ്റെ മകളായ ദേവയാനിയുടെയും വിവാഹം നടന്നതെന്ന് ഐതിഹ്യം പറയുന്നു. അപ്പോൾ അങ്ങനെയും തിരുപ്പുറം കുണ്ട്രം വളരെ പ്രസിദ്ധി ആർജിച്ച ഒരു ക്ഷേത്രം കൂടിയാണ്. ഞാൻ അവിടെ ഇതുവരെ പോയിട്ടില്ല. ഇനി പഴനിയിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ ക്ഷേത്രം കൂടി കാണണം, അതിനുള്ള ഭാഗ്യം കൂടെ കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ നാളെ ഇന്ന് ഒരു നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട്, അരിയാഹാരം ഇന്ന് ഒരു നേരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കുന്നവരുമുണ്ട്. നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതങ്ങൾ മാറ്റേണ്ടതായ ആവശ്യമുണ്ട്. പലരും ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നവരാണ്, പല അസുഖങ്ങൾക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണ്. അവർക്ക് വ്രതം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും മനസ്സിൻ്റെ ശുദ്ധിയോടുകൂടി നല്ല കാര്യങ്ങൾ മാത്രം ആലോചിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ ഉച്ചരിച്ച് ഭഗവാനെ പ്രാർത്ഥന ചെയ്താലും നമുക്ക് വ്രതമെടുക്കുന്നതിൻ്റെ ശുദ്ധിയും വ്രതമെടുക്കുന്നതിൻ്റെ പുണ്യവും സമൃദ്ധിയും നമ്മുടെ ഏവരുടെയും ജീവിതത്തിലുണ്ടാവും. സ്കന്ദഷഷ്ടി കവചം അറിയുന്നവർ അതിൻ്റെ കുറച്ച് വരിയെങ്കിലും പറയാൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാൻ കഴിയൂ. കാരണം അതിൻ്റെ വരികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് പറയാനായിട്ട്. അല്ലെങ്കിൽ നമുക്ക് അത് ഇട്ട് വേണമെങ്കിലും കേൾക്കാം. ഇപ്പം മൊബൈലിലൊക്കെ അതുണ്ട്. അപ്പോൾ നമുക്കത് അത് കേൾക്കുകയെങ്കിലും ചെയ്താൽ അതിൻ്റെ പുണ്യം നമ്മുടെ വീടിനും അതുപോലെ നമ്മളെ സ്നേഹിക്കുന്നവർക്കും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദേവസേനാപതിയാണ് ഭഗവാൻ. അപ്പോൾ ഭഗവാൻ പണ്ട് ശൂരപത്മാസുരനെ വധിക്കുന്ന ഐതിഹ്യ കഥകളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുള്ള ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ മിക്കവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഭഗവാനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിവിൻ്റെയും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെയും ബുദ്ധിശക്തിയുടെയും അതുപോലെ നമ്മുടെ വീടിൻ്റെ സർവ്വസമൃദ്ധിയുടെയും ഒക്കെ കാരകനാണ് ഭഗവാൻ മുരുകൻ. ഷഡ്കോണം വരയ്ക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് എല്ലാവർക്കും അറിയാം അല്ലേ. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഇങ്ങനെ വരയ്ക്കുക,
അതിനുശേഷം അതിനകത്തു കൂടി വീണ്ടും ഇങ്ങനെ അത് സാധാരണ മിക്ക വ്ളോഗ്സിലുമൊക്കെ അവർ വരച്ച് തന്നെ കാണിച്ചിട്ടുണ്ട് ഷഡ്കോൺ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത്. അരിമാവിൻ്റെ പൊടി കൊണ്ടാണ് ഞാനത് വരയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മൾ വരച്ച് കഴിഞ്ഞതിന് ശേഷം അത് ഉറുമ്പുകൾക്കും ഒക്കെ ആഹാരമായി നമുക്ക് അത് കൊടുക്കാം. അപ്പോൾ സാധാരണ കോലമാവ് പൊടി കൊണ്ട് ഞാനത് ചെയ്യാറില്ല. അപ്പോൾ അത് അറിയുന്നവരൊക്കെ അത് വരയ്ക്കുക. ഭഗവാന് 6 വിളക്ക് കൊളുത്തി വെച്ച്, അല്ലെങ്കിൽ 6 തിരിയുള്ള വിളക്ക് ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ എൻ്റെ കയ്യിൽ 5 തിരി ഇടുന്ന വിളക്കാണ്. അപ്പോൾ അല്ലെങ്കിൽ 6 മൺദീപങ്ങൾ ഈ ഷഡ്കോൺ വരച്ചിട്ട് അതിൻ്റെ പുറത്ത് വയ്ക്കുക. വിളക്ക് വെറും തറയിൽ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ തട്ടിലോ അല്ലെങ്കിൽ വലിയൊരു തട്ടെടുത്തിട്ട് അതിനകത്ത് ഈ 6 വിളക്ക് വെച്ച് ഭഗവാനെ വിളക്ക് കൊളുത്തി വയ്ക്കാവുന്നതാണ്. ഓം വജദ്ഭുവേ നമഃ എന്ന ഭഗവാന്റെ തിരുനാമം നമുക്ക് പറയാം. അതല്ലെങ്കിൽ ചൊവ്വയുടെ അധിപനാണ്, ചൊവ്വ ഗ്രഹത്തിൻ്റെ അധിപനാണ് മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ട്രിവാൻഡ്രത്ത് എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. മയിൽ വാഹനനാണ് ഭഗവാൻ. അപ്പോൾ വിശാഖം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മയിൽ വാഹനൻ, അല്ലെങ്കിൽ ഒരു പക്ഷിയുടെ പുറത്ത് സഞ്ചരിക്കുന്ന ആൾ, വൈശാഖൻ, വിശാഖം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ ഭഗവാനെ നമ്മൾ എവിടെ ആരാധിക്കുന്നു അവിടെ മയിൽ വാഹന രൂപത്തിലാണ് സാധാരണഗതിയിൽ മുരുക ഭഗവാന്റെ ചിത്രങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ കയ്യിൽ രാജാലങ്കാരത്തിലുള്ള ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ വേലുണ്ടല്ലോ, വേൽമുരുക ഹരോഹര എന്നല്ലേ നമ്മൾ മുരുകനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ എവിടെ വേലുണ്ടോ അവിടെ സർവ്വ സൗഭാഗ്യങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആരുടെയെങ്കിലും കയ്യിൽ ഭഗവാന്റെ വേൽ വെച്ച് പൂജിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ പുറത്ത് നമ്മൾ അരി ഇട്ട് അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ പൂക്കളിട്ട് അതിൻ്റെ പുറത്ത് വേല് വെച്ച് വേലിന് അഭിഷേകം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അത് പനിനീരിലൊക്കെയാണ് അഭിഷേകം ചെയ്യുന്നത്. നമ്മളെ കയ്യിൽ എന്താണോ അവൈലബിൾ, ഇളനീരിൽ അഭിഷേകം ചെയ്യാം, ഭസ്മാഭിഷേകം ചെയ്യാം. ഇപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ഇതിന് നമുക്കൊരിക്കലും ക്ഷേത്രത്തിൽ ചെയ്യുന്ന അഭിഷേകവും നമ്മുടെ വീടുകളിൽ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന അഭിഷേകവും തമ്മിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട്. കാരണം നമുക്ക് ക്ഷേത്ര രീതികളൊന്നും തന്നെ അറിയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു മനസ്സുഖത്തിന് വേണ്ടി നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധി വെച്ച് നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ചെയ്യുന്ന അഭിഷേകത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഒരിക്കലും ക്ഷേത്രത്തിൽ ചെയ്യുന്ന അഭിഷേകവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. മറ്റുള്ളവരെ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഒരിക്കലും എനിക്ക് ആരെയും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഇതുവരെ ചെയ്ത് ശീലമില്ലാത്ത അവരെ സംബന്ധിച്ച് ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു നമ്മളെ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവർക്കുണ്ടാവുമല്ലോ. അത് അവരവരുടെ മനസ്സിൻ്റെ ആഗ്രഹം പോലെ മാത്രമാണ് ചെയ്യേണ്ടത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ തികഞ്ഞ ഒരു വിശ്വാസിയാണ്. അതുകൊണ്ട് ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള പനിനീരഭിഷേകം, ഈ വേലിനായാലും എല്ലാ ഫോട്ടോകളും വെള്ളിയാഴ്ച തോറും തുടച്ച് വൃത്തിയാക്കി പനിനീരും പച്ചക്കർപ്പൂരവും ഇട്ട ശുദ്ധജലം വെച്ചാണ് എല്ലാ ഭഗവാന്റെ ജവാദ് പൗഡറും ഇടാറുണ്ട്. അപ്പോൾ നല്ലൊരു സുഗന്ധം അവിടെ മുഴുവൻ പരക്കും. അപ്പോൾ ആ ഒരു വീട് മുഴുവൻ ആ ഒരു സുഗന്ധം നമുക്ക് നിലനിൽക്കുന്നതായിട്ട് എന്നെ തോന്നും കുറേ മണിക്കൂറുകളോളം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ എരുത്താവൂരുള്ള ക്ഷേത്രത്തിൽ ഞാൻ പോയിട്ടുണ്ട്. കാരണം എൻ്റെ അമ്മയുടെ കുടുംബ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ പോയി, അതും പടികളുള്ള, എവിടെ ഭഗവാനുണ്ടോ അവിടെ എല്ലാം പടികേറിയാണ് ചെല്ലേണ്ടത്. തിരുച്ചെന്തൂർ മുരുകൻ, അതുപോലെ തന്നെ വേറെ മലൈക്കോയിൽ ഇവിടെ ഉണ്ടല്ലോ. നമ്മുടെ എവിടെയാണത്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് ഞാനിപ്പം മനസ്സിലേക്ക് വന്നതാണ്. തിരുമലൈക്കോയിൽ എന്ന് പറയുന്ന നമ്മുടെ തെമ്മലയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോകുന്ന തെങ്കാശിയിൽ നമുക്ക് ക്ഷേത്രമുണ്ട്. അവിടെയും ഞാൻ പോയിട്ടുണ്ട്. എവിടെ പോയാലും പടി കയറിയാണ് മുരുകൻ ഭഗവാനെ നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. അപ്പോൾ എല്ലാവരുടെ ജീവിതത്തിലും സുഖവും സമാധാനവും അതിലുപരി നമുക്ക് ആരോഗ്യവും ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള പൂജാവിധികൾ ചെയ്ത് ഭഗവാനെ നമ്മൾ മനസ്സിലോർക്കുക. സദാസമയവും ഭഗവാന്റെ അനുഗ്രഹം എൻ്റെ ഫ്രണ്ട്സായ ഓരോരുത്തരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞാനും വിശാഖം നക്ഷത്രമാണ് ഭഗവാന്റെ നക്ഷത്രം എന്ന് പറയുമ്പോൾ
എൻ്റെ മനസ്സ് നിറഞ്ഞു പോവുകയാണ്. എന്നാൽ കഴിയുന്ന പൂജകൾ, എന്നാൽ കഴിയുന്ന പ്രാർത്ഥനകൾ ഞാൻ ഓരോ ഫ്രണ്ട്സിന് വേണ്ടിയും എപ്പോൾ ഏത് ക്ഷേത്രത്തിൽ പോയാലും എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ടായതിനു ശേഷം ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഭഗവാനെ നാളെ സ്മരിച്ചുകൊണ്ട് അവരവരാൽ കഴിയുന്ന രീതിയിലുള്ള ക്ഷേത്ര ദർശനവും പൂജാ കാര്യങ്ങളും ചെയ്യും എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വൈകാശി വിശാഖ ആശംസകൾ നേർന്നുകൊണ്ട് അടുത്ത വ്ളോഗിൽ കാണാം. എല്ലാവരെയും ഭഗവാൻ സുബ്രഹ്മണ്യൻ അനുഗ്രഹിക്കട്ടെ.